ഗ്രീൻ പീസ് കറി നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള ഗ്രീൻ പീസ് നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ട് കുതിർത്തെടുത്ത് വെക്കേണ്ടതുണ്ട്. ഈ ഒരു കറിക്ക് തക്കാളി, സബോള, അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ രണ്ടായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സബോളയും തക്കാളിയും അതേപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളിയും ആവശ്യത്തിനുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ഗരം മസാലയും അതേപോലെ തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം, അതായത് ഇത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5-6 വിസിൽ വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടൊരു അരപ്പ് തയ്യാറാക്കണം. അപ്പോൾ ഒരു 4 ടീസ്പൂണോളം തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പെരിഞ്ചീരകവും അതേപോലെ തന്നെ മസാലപ്പൊടി, അതായത് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് നമ്മൾക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേറൊരു പാത്രം വെച്ചിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാമോ. ഇതിനുള്ളിലേക്കാണ് ഞാൻ ബാലൻസ് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയും ഒക്കെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ സബോള വഴറ്റാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും കൂടെ കുറച്ച് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാമേ. അപ്പോൾ ഈ കുറച്ച് നമ്മൾ കുക്കറിലും അല്ലാണ്ട് നമ്മളിങ്ങനെ വഴറ്റിയെടുത്താണ് ഈ ഒരു കറിയിലെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. വഴഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങയുടെ മിക്സും കൂടെ ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു തേങ്ങയുടെ മിക്സിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിൻ്റെ ആ ഒരു മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ. ഈ ഒരു കറി ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെയും പുട്ടിൻ്റെയും ഒക്കെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. പൊറോട്ടയുടെ കൂടെയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.